എല്ലാവർക്കും നമസ്കാരം. വ്യക്തിത്വ രൂപീകരണത്തിനും വളർച്ചയ്ക്കും മൗനത്തിന് വലിയ സ്ഥാനമുണ്ട്. ബഹളങ്ങളുടെ ലോകത്ത് മൗനത്തിനായി ഒരിടം നാം കൊടുക്കണം, അതിനായി സമയം മാറ്റിവെക്കണം. ചിന്തകനായ ലവോത്സുവിൻ്റെ വാക്കുകൾ സൈലൻസ് ഈസ് എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് സ്ട്രെങ്ത് എന്നാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ കരുത്ത് പ്രാപിക്കുന്നതിന് മൗനം നമ്മളെ വളരെയധികം സഹായിക്കും. മൗനം പരിശീലിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ കൂടുതൽ ശാന്തത ഫീൽ ചെയ്യും. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്ന ഒരു കാലത്താണല്ലോ ജീവിക്കുന്നത്. ഇത്തിരി മനഃശാന്തിക്ക് വേണ്ടി ഓടി നടക്കുകയാണ് ഓരോരുത്തരും. അവിടെയാണ് മൗനാനുഭവം ഒരു മനുഷ്യന് ശാന്തമായ തലങ്ങൾ പ്രദാനം ചെയ്യുന്നത്. മൗനം ആചരിക്കുമ്പോൾ മറ്റൊരു ഗുണം, യു സീ യുവർ ട്രൂ സെൽഫ്. നമ്മൾ ആരാണെന്നും നമ്മുടെ കുറവുകളും നമ്മുടെ ബലവും ഒക്കെ തിരിച്ചറിയുവാനും സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ഇന്നത്തെ ലോകത്ത് എല്ലാറ്റിനെ കുറിച്ചും അറിവുണ്ടെങ്കിലും അറിയാതെ പോകുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവാണ്. അതിലേക്ക് നമ്മെ നയിക്കുന്നതാണ് മൗനം. മറ്റൊന്ന്, യു നീഡ് ലെസ് സ്റ്റിമുലേഷൻ ടു ബി ഹാപ്പി. സന്തോഷം കണ്ടെത്താൻ വേണ്ടി പലതിൻ്റെ പുറകിൽ നമ്മൾ ഓടുക, പരാക്രമം കാണിക്കുക, ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുക, ബഹളം വെച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ ഒന്നും കാര്യമില്ല. ശരിയായ മൗനം ആചരിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥമായ സന്തോഷം കണ്ടെത്താൻ സാധ്യമാകുന്നു. മൗനത്തിന് നമ്മളോട് ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് കുറിച്ചത് ജലാലുദ്ദീൻ റൂമിയാണ്. മൗനം സംസാരിക്കുമ്പോൾ കാതുകൾ തുറന്നു വെക്കണം. അത് നൽകുന്ന അവബോധം വളരെ വലുതാണ്. എൽബർട്ട് ഹ്യൂബാർഡിന്റെ വാക്കുകൾ, ഹി ഹു ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ സൈലൻസ് വിൽ പ്രോബബ്ലി നോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ വേർഡ്സ്. ഒരാളുടെ മൗനം മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് അയാളുടെ വാക്കുകളും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പും ലക്ഷൂറിയസുമായുള്ള രണ്ട് കാര്യങ്ങളെപ്പറ്റി ടോം ഫോർഡ് പറയുന്നത് ടൈം ആൻഡ് സൈലൻസ് ആർ ദ ലക്ഷൂറിയസ് തിങ്സ് ടുഡേ എന്നാണ്. സമയവും മൗനവും. നമ്മുടെ കർത്താവ് മൗനത്തിനും മനനത്തിനും ധ്യാനത്തിനും നേരം കണ്ടെത്തിയ ഒരാളാണ്. എത്രയോ തിരക്കുകളുടെ നടുവിൽ നിന്നാണ് ഒരു കല്ലേറ് ദൂരം മാറിയിരിക്കാനായിട്ട് സമയവും ഇടവും കണ്ടെത്തിയത്. അത് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ലോകത്ത് ഒരിക്കലും ഒഴിയാത്ത തിരക്കുകൾ നമുക്കുണ്ടായിരിക്കാം. ഒരിക്കലും ശാന്തമാകാത്ത ബഹളങ്ങളും ഉണ്ടായിരിക്കാം. അത്തരം ആരവങ്ങളിൽ നിന്ന്, തിരക്കുകളിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറിയിരിക്കാനുള്ള സമയവും ഇടവും നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. അപ്പോഴാണ് നമുക്ക് ശാന്തമാകാൻ കഴിയുന്നത്, നമുക്ക് നമ്മളാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്, നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയുന്നത്. സഭാപ്രസംഗി 3-ാം അധ്യായം 7-ാം വാക്യം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. ബഹളങ്ങളുടെയും തിരക്കുകളുടെയും ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിൻ്റെ നടുവിൽ മൗനത്തിനും മനനത്തിനുമായി ഒരിത്തിരി ഇടവും സമയവും മാറ്റിവെക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ആഴമേറിയ വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ നിർഭരമായ അനുഭവത്തിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ, അനുഗ്രഹിക്കണമേ നാഥ. മൗനമായിരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാനും ശാന്തമായി ദൈവസന്നിധിയിലായിരിക്കാനും അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.